മഴ നല്ല രീതിയിൽ ചതിച്ചുകൊണ്ട് കാവിലേക്ക് വരാൻ വേണ്ടിയിട്ട് നല്ല ലേറ്റായി. ഒരു 10 മണിയെല്ലാം കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ടായി. അതുകൊണ്ട് എല്ലാ കലശമൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ കുറച്ച് കലശമൊക്കെ കണ്ട് പിന്നെ ചന്തയിലൊക്കെ കുറേ നേരം അലഞ്ഞു തിരിഞ്ഞ് പിന്നെ സ്റ്റേജിൻ്റെ മുന്നിൽ പോയിരുന്നു. കാരണം സ്റ്റേജിലെ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. തുടങ്ങിയിട്ടില്ല, കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് അവസാനം നല്ല രീതിയിൽ വിശന്നപ്പോൾ പോയി ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്ക് അങ്ങനെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അതൊക്കെ കണ്ടിരുന്ന് പിന്നെ ഒരു 12:30-1 മണിയെല്ലാം ആയ സമയത്ത് നമ്മൾ വേഗം ഇറങ്ങാൻ നോക്കി. അപ്പോൾ റോഡ് വന്ന് കാഴ്ച വരുന്നുണ്ടായിരുന്നു. അത് കുറച്ച് നേരം അവിടെ ഇരുന്ന് കണ്ടു. ഇനി അതും കൂടി കാണാണ്ട് പോവണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം നിന്നു. ശരിക്കും ഇതെല്ലാം കാവിൻ്റെ ആ ഒരു സൈഡിലെത്തുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഇങ്ങനെ ഡാൻസെല്ലാം കളിക്കുന്ന കാണാൻ നല്ല ഭംഗിയത്. ഇപ്പോൾ റോഡ് എന്നല്ലേ കണ്ടേ, അപ്പോൾ അധികം ഒന്നും കാണാനൊന്നും പറ്റത്തില്ല. വേഗം അവർ നീങ്ങി ചെയ്തേ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം എടുത്തിട്ടുണ്ടായിട്ടില്ല. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. വീണ്ടും കാവ് പോയിട്ട് കണ്ടാലോ എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേങ്കിൽ ഇനിയും ലേറ്റ് ആകുന്നതുകൊണ്ട് പോയിട്ടുണ്ടായിട്ടില്ല. ബുദ്ധിശാലിയായ രാമോഭാസകൻ ഹനുമാൻ സുരസയ്ക്ക് മുന്നിൽ പെരുവിരലോളം ചെറുതായി സുരസയുടെ പിളർന്ന വായിലൂടെ കടന്ന് ചെവിയിലൂടെ പുറത്തു വന്നു. കാഴ്ചയെല്ലാം കണ്ട് നല്ല രീതിയിൽ വിശന്നപ്പോൾ നേരെ തലശ്ശേരി പോയിട്ട് നല്ല പുട്ട് മിക്സും ബ്രെഡ് ഓംലെറ്റും ചായയും കുടിച്ചു.